ഉണ്ടാവുമായിരുന്നേ. അവൾ എത്ര വലിയ ദ്രോഹം ചെയ്തേ. നീ വളരെ നല്ല മനസ്സോടെ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഇത് എന്റെ നല്ല മനസ്സുകൊണ്ടല്ല ഏട്ടാ. ബസ്സുവെടുത്തിട്ട് ബുദ്ധിസാമർത്ഥ്യം കൊണ്ടാ നമുക്ക് ആ ടെൻഡർ നഷ്ടമാവാതിരുന്നത്. എന്തൊക്കെയായാലും നമ്മൾ തന്നെയല്ലേ ജയിച്ചത്. ഇവിടെ ടെൻഡർ നമുക്ക് തന്നെ കിട്ടിയില്ലേ. അവൾ ചെയ്ത കാര്യം ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എടത്തി. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് അവന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാലിന് സ്വാധീനമില്ലാത്തോണ്ട് നിങ്ങൾ എന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്നേ. ഞാൻ ഡിപ്രസ് ആവാതിരിക്കാൻ വേണ്ടി ഓഫീസിലെ വർക്കിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഇൻസ്പിറേഷൻ തന്ന എന്റെ ഉത്സാഹത്തെയും ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തെയും ബലപ്പെടുത്തി. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോ അവള് മാത്രം എന്നെ തോൽപ്പിക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്റെ ഭാര്യ തന്നെ എനിക്കെതിരെ നിൽക്കുക. അങ്ങനെയുള്ളവളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക ഏട്ടാ. അഖിൽ, രാഗി, ഒന്ന് മരിച്ചാ മതിയായിരുന്നു എനിക്ക്. അഖിൽ, അഖിൽ, കുഞ്ഞുനാളില് അച്ഛൻ നമുക്കൊരു കഥ പറഞ്ഞുതരും, ഓർമ്മയുണ്ടോ? ഓരോ ദിവസം രാവിലെ സൂര്യൻ കിഴക്ക് രഥത്തിൽ നിന്ന് വൈകുന്നേരമാണ് പടിഞ്ഞാറേ ഭാഗത്ത് ചെന്ന് നിൽക്കുന്നത്. ആ രഥം ഓടിക്കുന്നയാൾക്ക് കാലില്ലായിരുന്നു. കാലം നിയന്ത്രിക്കുന്ന സൂര്യനെ ആ കാലില്ലാത്ത സാരഥിയാണ് നയിച്ചിരുന്നത്. ഇത് എല്ലാ ദിവസവും നമുക്ക് അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. അത് വെറുമൊരു കഥയായിരിക്കാം. എന്നാൽ ആ കാലില്ലാത്തവൻ കാലം നിയന്ത്രിക്കുന്നത് എത്ര മനോഹരമാണ്. അച്ഛൻ പറഞ്ഞ ആ കഥയിൽ ആ സാരഥിക്ക് ഒരിക്കലും കാല് ശരിയാവില്ല. എന്നാലും നിനക്കതിന് കഴിയും. വീൽ ചെയറിലിരുന്ന് തന്നെ നീ ജയിച്ചവനാ. ഇനി അങ്ങോട്ട് ഒരുപാട് വിജയം നേടാനുള്ളതല്ലേ. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വിജയങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ നിനക്ക് ഡിപ്രഷൻ തരുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. അവള് ചെയ്ത ദ്രോഹം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. സഹിക്കണം അഖിൽ. എന്ത് സംഭവിച്ചാലും സഹിക്കാനുള്ള ശക്തി നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. വെള്ളം നമുക്ക് നേർക്ക് വരുമ്പോ ഒരു ചെറിയ പുല്ല് പോലും തല കുനിഞ്ഞ് തന്റെ മുകളിലൂടെ വെള്ളത്തെ പോകാൻ അനുവദിക്കും അഖിൽ. വെള്ളം ഒഴുകിപ്പോയതിനു ശേഷം പുൽച്ചെടി വീണ്ടും തല ഉയർത്തി നിൽക്കും. അതേസമയം പാറയാണെങ്കിൽ വെള്ളം ഒഴുകി അതിന്റെ നേരെ വന്നാലും അത് അനങ്ങാതെ നിൽക്കും. ആ നീരൊഴുക്ക് വേറെ ഭാഗത്തൂടെ ഒഴുകിപ്പോകും. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. ചില സമയങ്ങളിൽ പുൽച്ചെടി പോലെ തല കുനിക്കണം. എന്നാൽ ചില സമയത്ത് പാറ പോലെ ഉറച്ചു നിൽക്കണം. തല ഉയർത്തിയോ തല കുനിച്ചോ നമ്മൾ യുദ്ധത്തെ നേരിടണം. ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ നിന്നെ കാണുമെന്ന് ആഗ്രഹിച്ചതല്ല അഖിൽ. നീ ധൈര്യമായിരിക്കണം. ജീവിതത്തെ ഒരു കൊതിയോടെ നേടാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ധൈര്യമായിട്ടിരിക്കണം. നിനക്ക് ഓപ്പോസിറ്റ് ഉള്ളത് മനുഷ്യനാണെങ്കിലും നിന്റെ സാഹചര്യങ്ങളാണെങ്കിലും അതിനെ എതിർത്ത് പോരാടിക്കൊണ്ടേയിരിക്കണം. ടെൻഡർ കൈവിട്ടു പോയത് കാരണം അഖില് കരയുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നു. കുതന്ത്രവും അസൂയെന്നും ഒരു യുദ്ധവും ജയിപ്പിച്ചിട്ടില്ല അഖിൽ. അഥവാ ജയിച്ചാലും അത് താൽക്കാലികം മാത്രമായിരിക്കും. ഇന്ന് കാർത്തിക ചെയ്ത ദ്രോഹം കൊണ്ട് ആദിത്യ വിചാരിച്ചത് അവൻ ജയിച്ചു എന്നായിരുന്നു. അവസാനം എന്തോ ആയത്? നമ്മളല്ലേ ജയിച്ചത്, നമുക്കല്ലേ ടെൻഡർ കിട്ടിയത്. എന്ത് ടെൻഡർ ഇവർക്ക് കിട്ടിയെന്നോ? കാർത്തിക മോഷ്ടിച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഇവർക്ക് കിട്ടി?
കാർത്തികയെ പറ്റി കൂടുതൽ നീ ആലോചിക്കട്ടാകിൽ അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എനിക്ക് അവളെ വേണ്ട എടുത്തി. ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂ. കാർത്തികയ്ക്കും ഡിവോഴ്സ് തന്നെയാ വേണ്ടത്. ഇവരാ സമ്മതിക്കാത്തത്. ഇപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ദ്രോഹം ചെയ്യുന്ന ഒരുത്തിയുടെ കൂടെ എനിക്കിനി ജീവിക്കാൻ വയ്യ ഏട്ടാ. കാർത്തിക മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല അഖിൽ. ആദിത്യയുടെ ഇൻഫ്ലുവൻസിൽ അവൾ അങ്ങനെ ചെയ്യുന്നത്. അത്ര കറക്റ്റായിട്ട് ഇവളെങ്ങനെയാ പറയുന്നേ? ഇന്നലെ കണ്ട അവന് വേണ്ടി അവൾ എന്തും ചെയ്യുമല്ലേ എടുത്തി. നമ്മുടെ അടുത്ത് അവൾക്ക് ഒരു സ്നേഹവും ഇല്ല. നമ്മൾ മാത്രം എന്തിനാ അവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നേ? ചിന്തിക്കണോടാ, കാർത്തികയെ നമ്മളാണ് മാറ്റേണ്ടത്. അവളെ മാറ്റാൻ പറ്റില്ല ഏട്ടാ. അവള് മനുഷ്യനല്ല, മൃഗമാണ്. എന്റെ രാജയെ പുറത്തിറക്കാൻ പറ്റാതാക്കിയിട്ട് ഇവരൊക്കെ സന്തോഷിക്കുകയാണല്ലേ. എന്റെ രാജയെ കല്യാണം കഴിച്ച് ഞാനും ചിരിക്കും. ടെൻഡർ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണല്ലേ. കാർത്തികയുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? ആദിത്യമായിട്ട് ചേർന്ന് ഇപ്പൊ വീണ്ടും മദ്യപിക്കായിരിക്കും. ₹1 വ്യത്യാസത്തില് ടെൻഡർ പോയി. Just 1 rupee. വസു എടുത്ത് വേണോന്ന് വെച്ചിട്ടാ ഈ ഗെയിം കളിച്ചത് ആദിത്യ. നമ്മള് 10 rupees വ്യത്യാസത്തിന് കോട്ട് ചെയ്തപ്പോ ടിറ്റ് ഫോർ ടാറ്റ് പോലെ അവര് 1 rupee വ്യത്യാസത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്താ? അപ്പോ നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണോ? സോറി ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. തെറ്റ് മുഴുവൻ നിന്റേതാ. കോട്ട് മോഷ്ടിക്കുമ്പോ കെയർഫുൾ ആയിട്ടിരിക്കണ്ടായിരുന്നോ? ഇത്രയും കെയർലെസ് ആയിട്ട് നിന്റെ സാരിയുടെ പീസ് അവിടെ കളഞ്ഞിട്ട് വരുമോ? ആ സാരിയുടെ ചെറിയൊരു കഷ്ണം പിടിച്ചെടുത്ത് വസുവെടുത്തി ഇത്രയും വലിയൊരു ടെൻഡർ പിടിച്ചെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവർക്ക് ഇങ്ങനെയൊരു ഡൗട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ഗസ് ചെയ്ത പോലും ഇല്ല. ഗസ് ചെയ്യണം കാർത്തിക. അതെന്താണെന്നറിയോ? അവിടെ ഉള്ളത് അഭിറാമാണ്. അവൻ 1000 കണ്ണുണ്ട്. പക്ഷേ എന്നെ കണ്ടുപിടിച്ചത് വസുവെടുത്തിയല്ലേ? ആർ യു എ ഫൂൾ? വസു ആരാ? അബിയുടെ വൈഫ്. അബിയുടെ ബുദ്ധിയുടെ പകുതിയെങ്കിലും അവൾക്ക് കാണാതിരിക്കോ? അതെങ്ങനെയാ നീ വസുവിനെ ഇങ്ങനെ കുറച്ച് കാണുന്നേ? ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം സ്പോയിൽ ചെയ്തു കാർത്തിക. ഞാൻ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയി. നിന്നെ ഈ കമ്പനിയുടെ പാർട്ണർ ആക്കാന്നാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ കഴിഞ്ഞ എല്ലാം നീയാണെന്നാ വിചാരിച്ചേ. അവസാനം നിന്റെ കൈകൊണ്ട് നീ തന്നെ നിന്റെ ഭാവി നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ നിനക്ക് ഈ ജോലി അല്ലാതെ എക്സ്ട്രാ ഒന്നും തരാൻ കഴിയില്ല. മാർക്കറ്റിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയാതായി. സോറി കാർത്തിക, ഞാനെന്തോ
ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞതാ. പ്ലീസ് യു ഡോണ്ട് മൈൻഡ്. ശരിക്കും ഞാനൊരു ഫോൺ തന്നെയാ. ഇഡിയറ്റാ. വലിയൊരു അബദ്ധാ കാണിച്ച്. ഉറപ്പായിട്ട് ഞാൻ അൺഫിറ്റ് ആണ്. ഇറ്റ്സ് ഓക്കെ. എല്ലാവരും തെറ്റ് ചെയ്യും. ഇത് പോയെങ്കിൽ പോട്ടെ. ഇനിയൊരു ഈവന്റ് കിട്ടും. നീ അപ്സെറ്റ് ആകരുത്. ഇല്ല, ഇത് ശരിക്കും എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ ടെൻഡർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എത്രയോ ഉയരത്തിലെത്തിയേനെ. തുടക്കത്തിലെ തലകുത്തി വീണു. എനിക്ക് ഇത് ആവശ്യമായിരുന്നു. നീ തോറ്റു പോയിട്ടില്ല ബേബി. നിന്റെ ജോലി നീ കറക്റ്റായിട്ടാ ചെയ്തിരിക്കുന്നത്. എനിക്കതറിയാം. 100% എൻ്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്നും ഉയരത്തിലായിരിക്കും. പ്രോമിസ്. പ്ലീസ് ട്രസ്റ്റ് മീ. നിനക്കിപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? സോറി കാർത്തിക. ഈ ടെൻഡർ പോയാലെന്താ? നമ്മൾ പാർട്ട്നേഴ്സ് അല്ലേ? ഈ കമ്പനി നമ്മുടെ തന്നെ. നമ്മൾ രണ്ടുപേരുടേത്. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും ഇനി ഒരുപാട് സക്സസ് കാണാനുള്ളതാ. അഭിരാമിനെ തീർച്ചയായും നമ്മൾ തോൽപ്പിക്കും. ആ വസു നിന്റെ കരണത്തടിച്ചതുപോലെ ഒരു ദിവസം നീയോ അവളുടെ കരണത്തടിക്കും. പ്രോമിസ്. നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. നീ അത് കുടിക്ക്. വേണ്ട. ജയിച്ചാലും തോറ്റാലും ഇത് നമ്മുടെ കമ്പനിയാണ് കാർത്തിക. ജയിച്ചാൽ ഈ ഡ്രിങ്ക് അമൃതൊന്നും ആവില്ല. ഇനി തോറ്റാൽ പോയിസണും ആകില്ല. നടന്നതൊക്കെ മറക്കാനായിട്ട് ഇതാണ് ബെസ്റ്റ് മെഡിസിൻ. പ്ലീസ് ഹാവ് ഇറ്റ്. പ്ലീസ് കാർത്തിക, ഹാവ് ഇറ്റ്. ഗുഡ് ഗേൾ. യു നോ വാട്ട്? നീ എത്ര സുന്ദരിയാണെന്ന് നിനക്കറിയോ? അറിവും സൗന്ദര്യവും മിക്സ് ചെയ്തൊരു പെണ്ണാണ് നീ. നിർഭാഗ്യം കൊണ്ട് നീ അഖിലിനെ കല്യാണം കഴിച്ചതിന് പകരം എന്നെയാണ് നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ എവിടെ നിൽക്കേണ്ടതായിരുന്നു? അതൊക്കെ അങ്ങ് മറന്നേക്ക്. നിന്നെ ഞാനൊരു വലിയ ബിസിനസ് വുമണാക്കി മാറ്റും. നിനക്കുണ്ടാകുന്ന ഉയർച്ച കണ്ട് നിന്റെ കുടുംബക്കാര് നിന്നെ അസൂയയോടെ നോക്കുന്നത് ഞാൻ കാണിച്ചു തരും. എൻജോയ് പ്ലീസ്. ഏട്ടാ അഖിൽ, ഇന്ന് നമുക്ക് സെക്രട്ടറിയിലേക്ക് പോയി പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഈവന്റിനെ കുറിച്ച് സംസാരിക്കാൻ പോവാ. ഞങ്ങൾ എന്തേ അബി? നീ മസും കൂടെ പോയാൽ പോരെ? ശരി ഏട്ടാ. ഞാനും ഭാസ്കർ ഏട്ടനും കൂടി ഓഫീസിൽ പോയി ഈവൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഏട്ടനും എടുത്ത് അവിടേക്ക് പോയാൽ മതി. നിന്റെ ചേട്ടന്റെ കൂടെ സെക്രട്ടേറിയറ്റിൽ പോകേണ്ടത് ഞാനല്ല, നീയും ഭാസ്കരേട്ടനും കൂടിയാ. അവിടെ ഉള്ളവരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ വർക്കിനെ ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോയാൽ മതി. ഞങ്ങൾ പോയാലും എന്ത് സംസാരിക്കാനാ? അബിയിലെല്ലാം സംസാരിക്കുന്നേ. ഇനി മുതൽ ഭാസ്കരേട്ടനും സംസാരിച്ച് ഡീൽ ചെയ്യണം. എന്റെ ഭർത്താവ് മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. വസുന്ധര, ഏട്ടനുണ്ടല്ലോ നമ്മുടെ ക്ലയൻസിനോടൊക്കെ നന്നായിട്ട് സംസാരിക്കും. അതേ ഏടത്തി, ഭാസ്കരേട്ടൻ ക്ലയൻസുമായിട്ട് സംസാരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കണ്ടില്ലേ ചേച്ചി, ഭാസ്കരേട്ടന് സഹോദരങ്ങൾ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ടാ അവര് മൂന്നുപേരും ഒന്ന്, നമ്മൾ രണ്ടുപേരും ഒന്ന് വസു. അപ്പൊ കാർത്തിക ആരാ? നിങ്ങളുടെ ആരും അല്ലെന്നാണോ? അവൾ അന്യാണോ?
അവളെ മാത്രം മാറ്റി നിർത്തി സംസാരിക്കണം. ചേച്ചി ഒരു തമാശ പറഞ്ഞതല്ലേ ഇളയമ്മേ? നിങ്ങളുടെ സംസാരത്തിന്റെ ഉള്ളുകളി എനിക്ക് അറിയില്ലെന്നാണോ? ഇവിടെ കാർത്തികയെ മാറ്റി നിർത്താൻ പാടില്ല. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? അല്ല, ഇളയമ്മ അന്ന് ദുബായിൽ എന്തോ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ, എപ്പോഴാ പോകുന്നേ? ഇനി എന്തോന്ന് ദുബായ്? ടെൻഡർ മൊത്തം നിങ്ങളങ്ങ് കൊണ്ടുപോയില്ലേ? ദുബായിൽ പോയിട്ട് എന്ത് ചെയ്യുള്ളേമേ? മണൽ വിൽക്കുമായിരിക്കും. ആ, അ, നമസ്കാരം സാർ. നമസ്കാരം. അല്ല, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ? കാർത്തിക മാഡം വരാൻ പറഞ്ഞിരുന്നു. ഹലോ മാഡം. ഹലോ സർ, ഞാൻ പറഞ്ഞതെല്ലാം പ്രിപ്പയർ ചെയ്തോ? ആ, ചെയ്തിരുന്നു. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? വേണമെന്നില്ല. ഹിയറിങ്ങിന് ഈ മാറ്റർ മതി. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്നാൽ മതി. എനിക്ക് ഡിവോഴ്സ് കൺഫേം ആയിട്ട് കിട്ടണം. ഷുവർ മാഡം. മറ്റന്നാൾ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. പോയിട്ട് വരാം അഭിറാം സാർ. ഓക്കെ. നിൽക്ക് കാർത്തിക. എന്താ? ലോയറിനെ എന്തിനാ വിളിച്ചു വരുത്തിയത്? എന്ത് ഫയലാ അത്? എനിക്ക് ഡിവോഴ്സ് എന്തിനാ വേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ലോയർ പ്രിപ്പയർ ചെയ്ത ഫയലാണത്. അതാണ് എൻ്റെ ലോയർ ബിഷോപ്പ്. അദ്ദേഹമാണ് എനിക്ക് വേണ്ടി മറ്റന്നാൾ കോർട്ടിൽ ഹാജരാകുന്നത്. എന്താ കാർത്തിക ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നേ? എന്താ ഏട്ടത്തി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? ഏട്ടത്തി ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? അഖിലിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് 1 മാസം മുൻപല്ലേ ഞാൻ ഡിവോഴ്സിന് കൊടുത്തത്. ഈ വസുവേട്ടത്തി ബുദ്ധിപരമായി ചിന്തിച്ച് ജഡ്ജി മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് ഈ 1 മാസത്തേക്ക് ഞങ്ങളെ നിർബന്ധിച്ച് കഴിയാൻ വിട്ടിരിക്കുകയാണ്. നാളെയോടെ ആ 1 മന്ത് കംപ്ലീറ്റ് ആകും. നാളെ കഴിഞ്ഞ് കോർട്ടിൽ ഹിയറിംഗ്. ഇതൊന്നും അറിയാതെയല്ല ഭാവന എന്തിനാ ഡിവോഴ്സ് എന്നൊക്കെ നിന്നോട് ചോദിച്ചത്. അഖിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടും നീ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണല്ലേ? അഖിലിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മാസത്തേക്കല്ല, 1 വർഷം കൊടുത്താലും അഖിലിന് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കാർത്തിക, അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? 1 മാസത്തിനുള്ളിൽ അഖിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞ് ജഡ്ജി മാഡത്തിനോട് 1 മാസം ടൈം ചോദിച്ചില്ലേ? അഖിൽ ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടാ കാർത്തിക ഡിവോഴ്സിന് ചോദിക്കുന്നത്. ഈ 1 മാസം കാർത്തിക അഖിലിനെ ശ്രദ്ധിച്ചോളണമെന്ന് കോടതി വിധിയുണ്ട്. അവൾ 1 ദിവസമെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഖിലിന്റെ അടുത്തിരുന്ന് അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത ഈ പറ്റിക്കൽ പരിപാടി ഞാൻ അറിയാതിരുന്നെങ്കിൽ 1 മാസവും ഞാൻ അഖിലിനെ നോക്കിയേനെ. എന്നെ നിങ്ങൾ നിർബന്ധിപ്പിച്ച് അടിമയാക്കി വയ്ക്കാന്ന് നിങ്ങൾ വിചാരിച്ചു. ഞാൻ എന്തിനു ഇവിടെ കഴിയണം?
നിന്നെ അടിമയാക്കി വെക്കാൻ വേണ്ടിയല്ല നിന്റെ ഏട്ടത്തി ജഡ്ജി മാഡത്തിനോട് സമയം ചോദിച്ചത്. നീയും അഖിലും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാ അവൾ അങ്ങനെ ചെയ്തത്. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് അഖിലുമായിട്ട് കഴിയാൻ പറ്റില്ല. എന്നെ കൊണ്ട് സാധിക്കില്ല. അഖിൽ എണീറ്റ് നടക്കുന്നത് വരെ അഖിലിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം കാർത്തിക. നീ ഒരു ശുശ്രൂഷയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പ്രോബ്ലം അഖിലിന്റെ കാല് ശരിയാകാത്തതൊന്നുമല്ല, നിങ്ങൾ ഇതൊന്നും കാണാത്തതുകൊണ്ടാ. ആരും ഇവിടെ എനിക്ക് ഒരു വിലയും തരുന്നില്ല. എന്നെ ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല. വീട്ടിലെ അധികാരവും ഓഫീസിലെ ചുമതലകളെല്ലാം നിനക്ക് തരാന്ന് പറഞ്ഞതല്ലേ മോളെ? എനിക്ക് നിങ്ങൾ തരുന്ന ഭിക്ഷയുടെ ആവശ്യമില്ല ഭാസ്കരേട്ടാ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പുറത്തു നിന്ന് സമ്പാദിക്കുന്നുണ്ട്. ആ ആദിത്യൻ അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളല്ല മോളെ. എന്താ അബിയേട്ടാ അങ്ങനെ പറയുന്നേ? അയാള് നിങ്ങളുടെ ശത്രു ആയതുകൊണ്ടോ? നിങ്ങളുടെ റൈവലറിക്കും എനിക്കും ഒരു ബന്ധവുമില്ല. ആദിത്യ എന്റെ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്തു. നീ ഈ വീട് വിട്ട് പുറത്തു പോകുന്ന അടുത്ത നിമിഷം ആദിത്യ നിന്നെ ആ ഓഫീസിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കും കാർത്തിക. അപ്പോ ആദിത്യ എന്നെ ഈ വീട്ടിലെ ആളാണെന്ന് കരുതിയാണോ റെക്കഗ്നൈസ് ചെയ്തേ? അതേടി, നീ ഈ വീട്ടിലെ ആളല്ലായിരുന്നെങ്കിൽ ഒരു റെക്കഗ്നേഷനും കിട്ടുമായിരുന്നില്ല. നീ അഭിയേട്ടന്റെ അനിയന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാ അവൻ നിന്നെ അവന്റെ കൂടെ തന്നെ നിർത്തിയിരിക്കുന്നത്. സംസ്കൃതി ഇവന്റ്സിന്റെ സീക്രട്സ് എല്ലാം മനസ്സിലാക്കാനും കൂടിയാ അവൻ നിന്നെ ഓഫീസിൽ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അവൻ നിനക്ക് ജോലിയൊന്നും അല്ല തന്നത്. നിന്നെ വച്ച് ചീറ്റ് ചെയ്യാൻ നോക്ക അവൻ. ടെൻഡർ കോട്ടിന് വേണ്ടി സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഉളുപ്പില്ലാതെ മോഷണം നടത്തിയല്ലേ? നിന്നെ പോലുള്ള ഒരുത്തി എന്ത് ചെയ്താലും ഒരു തെറ്റുമില്ല. എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് കൊണ്ടാ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നേ. ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്നെ ഇനി ആരും തടയാനേ വരുന്നില്ല. മറ്റന്നാൾ വരെ എന്തിനാ? ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഇറങ്ങി പോ. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോ. ധൃതി കൂട്ടാതെ അഖിൽ, സമാധാനപ്പെട്. എടുത്ത് എനിക്ക് അവളെ ആവശ്യമില്ല. അവളെ കാണുമ്പോ തന്നെ എനിക്ക് കാലി കയറുക. ഇവൾ ഇവിടെ നിറക്കി ഇവിടെ എടുത്തേ. അവളുടെ കിടക്കയും പെട്ടെടുത്ത് പുറത്തറിയ. അഖിൽ നിർത്ത്. ഞങ്ങൾ കാർത്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എടുത്ത് ഇവള് മനുഷ്യനാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. പക്ഷെ ഇവള് മൃഗവാ. സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകാം. എന്നോട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ വന്ന് കോടതിയിൽ പറ. എന്നെ നിനക്ക് ആവശ്യമില്ലെന്നും കൂടി പറയണം. പറയാടി. കോർട്ടിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം. ഇത് നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് എനിക്ക് തരാനുള്ളത് തന്നാ ഞാൻ അങ്ങ് പോയേക്കാം. ഇവിടെ നിൽക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് പോടി ഇവിടുന്ന്. പിന്നെ ഈ വീടിനെ പടി ചവിട്ടി പോരുത്. അഖിൽ, ട്രൈ ടു കൺട്രോൾ യുവർ സെൽഫ്. എന്നെ കൊണ്ട് കഴിയില്ല ഏട്ടാ. ഇവൾ എന്റെ കൺമുന്നിൽ നിന്ന കൊന്നുകളയും ഞാൻ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു നോക്ക്. ഇനി അതിന്റെ കുറവും കൂടിയുള്ളൂ. നിന്റെ ഭർത്താവായി ഇരിക്കുന്നതിനേക്കാളും നല്ലത് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി ഗോതമ്പുണ്ട കഴിക്കുന്നതാ. നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് എത്ര വലിയ തെറ്റായി പോയെന്നാ ഞാനിപ്പോ ആലോചിച്ച് സങ്കടപ്പെടുന്നത്. തെറ്റ് നീയല്ല, ഞാനാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നിന്നെ സ്നേഹിച്ചതും വേറൊന്ന് കല്യാണം കഴിച്ചതും. ഇത്രയും കാലവും ഞാൻ നിന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യില്ല. ഞാൻ ഈ വീട് വിട്ടു പോയി കഴിഞ്ഞാ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷമവും ഇല്ല. ഗുഡ് ബൈ ഫോർ എവർ. കാർത്തികേ, നിൽക്കുമോളെ. കാർത്തിക, കാർത്തികേ,